ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സൂര്യന്റെ വെളിച്ചവും അതിന്റെ ഗ്രാവിറ്റിയും അവ എങ്ങനെ നമ്മളെ സോളാർ സിസ്റ്റത്തെ രൂപപ്പെടുത്തുന്നു എന്നാണ്. സൂര്യൻ വൻ ഭാരമുള്ള ഒരു നക്ഷത്രമാണ്. അതിനാൽ അതിന്റെ ഗ്രാവിറ്റി എല്ലാ ഗ്രഹങ്ങളെയും ആകാശഗത വസ്തുക്കളെയും ആകർഷിക്കും. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ലായിരുന്നെങ്കിൽ ഗ്രഹങ്ങൾ അവരുടെ സ്ഥലത്ത് നിലനിൽക്കില്ല. എല്ലാം ആകാശത്തിൽ അനിയന്ത്രിതമായി പറക്കും. പക്ഷേ സൂര്യപ്രകാശം അഥവാ സോളാർ റേഡിയേഷൻ ഒരു വിധത്തിൽ സൂര്യക്കാറ്റ് പോലെയാണ്. ഇത് ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങൾ ചെറിയ ശക്തി പ്രയോഗിക്കും. കോമറ്റുകൾക്കും ധൂമകാന്തി വസ്തുക്കൾക്കും വഴി തെളിയിക്കും. ഈ സൂര്യപ്രകാശം ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളായി ഭൂമിയിൽ ഊർജം എത്തിക്കുന്നു. വാതാവരണത്തിൽ വേഗതയും ചലനവും കുറച്ചു നൽകുന്നു. ഗ്രാവിറ്റിയും സൺലൈറ്റ് റേഡിയേഷനും ചേർന്ന് ഗ്രഹങ്ങൾ സ്ഥിരമായി അവരുടെ രീതിയിൽ നീങ്ങുകയും കോമറ്റുകൾ സൂര്യനെ ചുറ്റി വട്ടം വട്ടം ചെയ്യുകയും ചെയ്യുന്നു. ഇതിലൂടെ സോളാർ സിസ്റ്റം എപ്പോഴും ക്രമബദ്ധവും സുസ്ഥിരവും. അങ്ങനെ സൂര്യപ്രകാശനും ചേർന്ന് നമ്മുടെ സോളാർ സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കും, എങ്ങനെ നിലനിർത്തും എന്നതിന്റെ ആഴത്തിലുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നു. ഈ രണ്ടു ശക്തികളും ഭൂമിയെയും ആകാശഗത വസ്തുക്കളെ ചേർത്തി ഒരു അത്ഭുത ലോകമായി മാറ്റി ചേർക്കുന്നു.